പ്രിയരെ നമസ്കാരം. റിയൽ എസ്റ്റേറ്റ് ചാനലായിട്ടുള്ള തവയ്ക്കൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ കാണുന്ന ബസ് റൂട്ട് പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്ര പഞ്ചായത്തിലെ വടക്കഞ്ചേരി ടു മണപ്പാടം വഴി പുതുക്കോട് പോകുന്ന പ്രധാന ബസ് റൂട്ടാണ്. അപ്പോൾ ഈ ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 10-30 മീറ്റർ ഉള്ളിലോട്ടായിട്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നല്ല നല്ല വീടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന, ഇത് ആ കാണുന്ന വീട് ഒരു 3000 സ്ക്വയർ ഫീറ്റും വലിയൊരു വീടുമാണ്. വലിയ കുറേ സ്ഥലത്തിലൊരു വീടൊക്കെ പണിതിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പം നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ള ഈ വീടാണ്. ഇതിൽ 10 സെൻറ്റ് സ്ഥലം, വടക്ക് ദർശനം, 2200 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം, അത് 4 അറ്റാച്ച്ഡ് സൗകര്യത്തോടു കൂടെ സ്വന്തം ആവശ്യത്തിനായിട്ട് പണിതിട്ടുള്ള വീട്. അതും 100% വാസ്തുവൊക്കെ നോക്കി വളരെ കൃത്യമായി അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് വില പറഞ്ഞിരിക്കുന്നത് 80 ലക്ഷം രൂപയാണ്. പുതിയ വീടാണ്, താമസിച്ചിട്ടില്ല, മുഴുവനും ഇഷ്ടിക കൊണ്ട് പണിതിട്ടുള്ള വീടാണ്. ഇതിപ്പോൾ നമുക്ക് ഈ ചുമരിൽ ഒരു കോട്ട് വൈറ്റ് സിമെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു കോട്ട് പ്രൈമർ മാത്രമാണ് അടിച്ചിട്ടുള്ളൂ. ബാക്കി പെയിൻറ്റിങ് പണി ചെയ്തിട്ടില്ല. ബാക്കിയുള്ള എല്ലാവിധ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് മുഴുവനും ചുമട് കട്ട ഇഷ്ടിക ചൂളക്കല്ലുകൊണ്ട് പണിതിട്ടുള്ള നല്ലൊരു വീട്. അതുപോലെ ജനല് വാതിൽ കട്ടളയൊക്കെ തേക്ക് മരങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ബെഡ്റൂംസുകളിലൊക്കെ ഇതേപോലെ കബോർഡിൻ്റെ പണികളൊക്കെ ചെയ്തിട്ടുള്ളൊരു വീടാണ് കേട്ടോ. അപ്പം ഈ വീടിന് അവിടെ നിന്നും തൊട്ടടുത്ത ജംഗ്ഷനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മണപ്പാടം തച്ചനടി ജംഗ്ഷനുകളൊക്കെയാണ്, എല്ലാവിധ സൗകര്യങ്ങളുള്ള ജംഗ്ഷനുകളാണ്. പിന്നെ അടുത്തത് പുളിങ്കൂട്ടം, കണ്ണമ്പ്ര, വടക്കഞ്ചേരി നാഷണൽ ഹൈവേയിലേക്ക്, തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേയിലേക്ക് ഈ വീടിൻ്റെ അവിടെ നിന്നും ജസ്റ്റ് ഒരു 5.5 അല്ലെങ്കിൽ ഒരു 6 കിലോമീറ്റർ താഴെയാണ് ദൂരം വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുക്കളയിലൊക്കെ കബോർഡിൻ്റെ പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ വർക്ക് ഏരിയ ഭാഗത്ത് ഒരു ആലുവ പുകയില്ലാത്ത അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് ഇവിടെ ഒരു ബാത്റൂം സൗകര്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചുറ്റുഭാഗവും മുറ്റത്ത് മുഴുവൻ ഇൻ്റർലോക്ക് കട്ട വിരിച്ചിട്ടുണ്ട്. അതുപോലെ നല്ല ഹൈറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 അടിക്ക് മുകളിൽ ഹൈറ്റിൽ മതിലും എല്ലാ ഭാഗത്തും കെട്ടിത്തിരിച്ചിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ ഇത് കാണാനോ വാങ്ങാനോ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഈ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാട്ടോ. അപ്പോൾ നമുക്കിതൊരു 80% ലോൺ സൗകര്യത്തോടു കൂടെയും ഈ വീട് വാങ്ങാവുന്നതാണ്. ഇതിൻ്റെ ഡോറുകളൊക്കെ, എല്ലാ ഡോറുകളും തേക്കിൻ്റെയാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് വന്ന് നേരിട്ട് കണ്ടാൽ അറിയാൻ പറ്റും. മുകളിലും അതുപോലെ 2 ബെഡ്റൂം, അത് രണ്ടിനും അറ്റാച്ച്ഡ് സൗകര്യം വരുന്നുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവർ സ്വന്തം ആവശ്യത്തിനായിട്ട് പണിതിട്ടുള്ളതാണ്. അല്ലാതെ പണിത് കൊടുക്കുന്ന ഒരു ടീമുകളോ അല്ലെങ്കിൽ അങ്ങനെ ഇത് പണിത് ഒരു ലാഭം എടുത്തിട്ട് വിൽപ്പന നടത്താം എന്നുള്ള ഒരു ചിന്താഗതിയൊന്നും ഇല്ലാത്ത സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതിട്ടുള്ള ഒരു ടീമിൻ്റെയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക, കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് വിളിക്കരുത്. മുഴുവൻ ഭാഗങ്ങളും കണ്ട് ഏകദേശം ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ധാരണയായാൽ മാത്രം ആവശ്യക്കാർ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഇത് മുകളിലത്തെ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബാത്റൂം സൗകര്യം, നല്ല വലുപ്പമുള്ള ബാത്റൂം സൗകര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എല്ലാത്തിലും. അപ്പോൾ നമുക്കിതിൻ്റെ ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എന്നൊക്കെ പറയാനായിട്ട് ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ആരാധനാലയമുണ്ട്, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ബസ് സ്റ്റോപ്പിൽ നിന്നാകുമ്പോൾ ജസ്റ്റ് ഒരു 30 മീറ്റർ മാത്രമാണ് ഉള്ളിലേക്കുള്ള ദൂരം. ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും വടക്കഞ്ചേരിക്കൊക്കെ ബസ്സുകളുള്ള, കണ്ണമ്പ്ര പുതുക്കോട് ഭാഗത്തേക്കൊക്കെ ബസ്സുകളുള്ള ഒരു ഏരിയയും കൂടെയാണ് കേട്ടോ. നല്ല നല്ല വീടുകളൊക്കെ ആയി വരുന്ന നല്ലൊരു ഏരിയ. അതായത് ഇതൊരു 2 ഏക്കറിന് പുറത്ത് സ്ഥലം ഉണ്ടായിരുന്നാണെന്ന് തോന്നുന്നു. അതൊക്കെ കംപ്ലീറ്റ് മുറിച്ച് 5-10 സെൻറ്റൊക്കെ ആയിട്ട് അങ്ങനെ പോയതിൽ ഇപ്പോൾ പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഈ വീട് പണിതിട്ടിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷത്തിനടുത്തായി എല്ലാവിധ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കാമെന്നുള്ളൊരു തീരുമാനം വന്നപ്പോൾ ഉണ്ടാകുന്നു പുതിയ വീടുകളൊക്കെ അങ്ങനെ വരികയാണ്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിൽ കൂടി നമുക്ക് ഈ വീടിന് ഫ്രണ്ടിലൂടെ വഴിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് ടാറിങ്, പിന്നെയും ഫ്രണ്ടിലൂടെയും ടാറിങ്, വടക്കോട്ടാണ് വീടിൻ്റെ ദർശനം എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ചുറ്റും മതിൽ കെട്ടിയിട്ട് അടുക്കള കൃഷിക്കൊക്കെ ചെയ്യാൻ പാകത്തിന് വീടിൻ്റെ പുറകിൽ സ്ഥലമുണ്ട്. അതുപോലെ മുറ്റത്ത് ഒരു 2-3 വണ്ടികളൊക്കെ നിർത്താനുള്ള സൗകര്യമുണ്ട്. ഇവിടെ വെള്ളം സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ടാങ്ക്, പഴയകാല അല്ലെങ്കിൽ പഴയ മോഡലിലുള്ള ഒരു ടാങ്കാണ് പണിതിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു വാട്ടർ ടാങ്ക് വെക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. കണ്ടോ, അങ്ങനെ നല്ല ഒരു ഏരിയയിലായിട്ട് വീട് ഉള്ളത്. അപ്പം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഈ ചാനൽ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ അതുപോലെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഇതുപോലെ പ്രോപ്പർട്ടികൾ എവിടെയെങ്കിലും വിൽക്കുവാനൊക്കെ ഉണ്ടെങ്കിൽ ഈ പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലായിട്ട്
ഉണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഇതുപോലെ വന്ന് വീഡിയോ എടുത്ത് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് അത് നമുക്ക് വിൽപ്പന നടത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ഒരു കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന ശുദ്ധവായുവൊക്കെ കിട്ടുന്ന നല്ലൊരു ഏരിയയിലാണ്. ഇവിടെ നിന്നും ജസ്റ്റ് പുളിങ്കൂട്ടം സെൻറ്ററിലേക്ക് ഒരു 3-3.5 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ദൂരം വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഫ്രണ്ടിലെ ഈ ബാൽക്കണി കുറച്ച് ദിവസമായിട്ട് വീട് ഇങ്ങനെ അടച്ചു കിടക്കുകയാണ്. അത് എപ്പോഴേലും ആരെങ്കിലും വല്ല പാർട്ടികൾ വരുമ്പോൾ മാത്രം തുറന്നു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും ഇവിടെ ആളുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ തലേ ദിവസം വിളിച്ചിട്ട് വേണം ഇത് കാണാൻ വരാനുള്ള ഒരു സമയം അങ്ങേരുടെ അടുത്ത് കൂടെ ഇതിൻ്റെ ഉടമസ്ഥനോട് കൂടെ നമ്മൾ മുൻകൂട്ടി പറഞ്ഞെങ്കിൽ മാത്രമേ അവർ വരുള്ളൂ. അതുകൊണ്ട് നല്ലതുപോലെ വീതിയുള്ള റോഡ് സൗകര്യം, നല്ല ഒരു 6 അടിക്ക് മുകളിൽ ഈ പുറകുവശത്തേക്കൊക്കെ എത്തുമ്പോൾ ഏകദേശം ഒരു 8 അടിക്ക് മുകളിൽ മതിൽ ഹൈറ്റ് ഉണ്ട്. നല്ല രീതിക്ക് തന്നെ കംപ്ലീറ്റ് വർക്കും ഫിനിഷ് ചെയ്തിട്ടുള്ള നല്ലൊരു വീടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക, കുറച്ച് ഭാഗങ്ങൾ കണ്ടതിന് ശേഷം വിളിക്കരുത്. മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യുക. വിളിച്ചിട്ട് വരിക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.